കാണാക്കാരി കപ്പടക്കുന്നേൽ ജെസ്സിയുടെ കൊലപാതകത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. കൊല നടത്തിയതിനു ശേഷം കാണാക്കാരിയിൽ നിന്ന് കാറിലാണ് ഭർത്താവ് സാം മൃതദേഹം ചെപ്പുകുളത്ത് എത്തിച്ചത്. ഭാര്യയും ഭർത്താവും പിണങ്ങിയാണ് കഴിഞ്ഞിരുന്നത്. പരസ്ത്രീ ബന്ധത്തെ ചോദ്യം ചെയ്തതാണ് പ്രതികാരം. ഇവിടെ വിദേശികളായിരുന്നു പരസ്ത്രീകൾ. സാം വിദേശ വനിതകൾ ഉൾപ്പെടെയുള്ളവരുമായി ബന്ധം പുലർത്തിയിരുന്നത് ജെസ്സി ചോദ്യം ചെയ്തിരുന്നു. ഈ ചോദ്യം ചെയ്യലുകളാണ് കൊലപാതകമായി മാറിയത്. വിവാഹിതരായതു മുതൽ ജെസ്സി നേരിട്ടത് വലിയ പീഡനങ്ങളായിരുന്നു. 2008 സൗദിയിൽ ഒരുമിച്ച് താമസിച്ചിരുന്ന സമയത്ത് മറ്റൊരു വിദേശ വനിതയുമായുള്ള ബന്ധം ചോദ്യം ചെയ്തതിന് ക്രൂര പീഡനമാണ് ജെസ്സി നേരിടേണ്ടി വന്നിട്ടുള്ളത്. വാതിലിന്റെ ലോക്കൂരി പലതവണ തലയിലടിച്ചു. ബോധരഹിതയായ ജെസ്സി 2 മാസത്തോളം വെന്റിലേറ്ററിലായിരുന്നു. പോലീസിനോട് അന്ന് ബാത്റൂമിൽ തലയടിച്ചു വീണു എന്നാണ് സാം പറഞ്ഞിരുന്നത്. ജെസ്സി സ്വബോധത്തോടെ സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ തനിക്ക് തെറ്റുപറ്റിയെന്നും ഇനി ആവർത്തിക്കില്ലെന്നും പറഞ്ഞതോടെ ജെസ്സി പോലീസിൽ പരാതിപ്പെട്ടില്ല. പിന്നീടും ഇയാൾ പലതവണ ഇവരെ ഉപദ്രവിക്കാൻ ശ്രമിച്ചപ്പോഴും ഇവർ മക്കളെ ഓർത്ത് പലതും സഹിക്കുകയായിരുന്നുവെന്ന് ബന്ധുക്കൾ പറയുന്നു. എന്നാൽ വിദേശ സ്ത്രീകൾ വീണ്ടും വീക്ക്നെസ്സായി മാറി. ഇതോടെയാണ് രണ്ടുപേരും അകന്നത്. അവിഹിതങ്ങൾ സൈക്കോ ആക്കിയ വ്യക്തിയായിരുന്നു സാം. ഇരുനില വീട്ടിൽ പരസ്പര ബന്ധമില്ലാതെ താമസിച്ചിരുന്ന സമയങ്ങളിൽ ഇയാൾ വിദേശ വനിതകൾ ഉൾപ്പെടെയുള്ളവരുമായി ജെസ്സിയുടെ കൺമുന്നിലൂടെ വീട്ടിലേക്ക് എത്തിയിരുന്നു. ഇവിടേക്കെത്തിയ സ്ത്രീകളോട് താൻ അവിവാഹിതനാണെന്ന് പറഞ്ഞാണ് എത്തിച്ചിരുന്നതും. എന്നാൽ വീട്ടിലെത്തുന്ന സ്ത്രീകളോട് താൻ സാമിന്റെ ഭാര്യയാണെന്നും 3 മക്കളുണ്ടെന്നും ജെസ്സി അറിയിച്ചിരുന്നു. ഇതോടെ പലരും വീട്ടിൽ നിന്നും അപ്പോൾ തന്നെ മടങ്ങിയിരുന്നു. കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ വിയറ്റ്നാം സ്വദേശിനിയായ സ്ത്രീ താൻ ചതിക്കപ്പെട്ടാണ് ഇവിടെ എത്തിയതെന്നും തന്നോട് ക്ഷമിക്കണമെന്നും ജെസ്സിയോട് പറഞ്ഞാണ് മടങ്ങിയത്. ജെസ്സിയുടെ മൊബൈൽ നമ്പറും ഇവർ മേടിച്ചിരുന്നു. വിയറ്റ്നാം സ്വദേശിനിയെ സാം നിരന്തരമായി ഫോണിൽ ബന്ധപ്പെട്ടെങ്കിലും ഇവർ ഒഴിഞ്ഞുമാറി. തന്റെ ബന്ധം തകർത്ത ജെസ്സിയെയും മകനായ സാന്റോയെയും കൊലപ്പെടുത്തുമെന്ന് ഇയാൾ വിദേശ വനിതയെ അറിയിച്ചു. ഇതിൽ ഭയന്ന ഇവർ വേഗം ഈ വിവരം മെസ്സേജിലൂടെ ജെസ്സിയെ അറിയിച്ചു. പരിചയമില്ലാത്തവരുമായി അധികം ബന്ധം സ്ഥാപിക്കരുതെന്നും സാം നിങ്ങളെ ഏതു വിധേനയും കൊലപ്പെടുത്താൻ ശ്രമിക്കുമെന്നും അറിയിച്ചു. ഇതേ തുടർന്ന് കുറെ മാസത്തേക്ക് ജെസ്സി വളരെ കരുതലോടെയാണ് വീട്ടിൽ കഴിഞ്ഞത്. ചെപ്പുകുളം ചക്കുരമാണ്ടിലെ കൊക്കയിൽ കഴിഞ്ഞ ദിവസമാണ് ജെസ്സിയുടെ മൃതദേഹം കണ്ടെത്തിയത്. സാമിന്റെ ആദ്യ ഭാര്യ ഉപേക്ഷിച്ചു പോയ ശേഷം 94-ലാണ് ജെസ്സിയെ വിവാഹം ചെയ്തത്. വഴക്കിനെ തുടർന്ന് 15 വർഷമായി കാണാക്കാരി രത്നഗിരി പള്ളിക്ക് സമീപമുള്ള വീട്ടിൽ 2 നിലകളിലായിട്ടാണ് ഇരുവരും കഴിഞ്ഞിരുന്നത്. ഈ വീട്ടിൽ സമാധാനപരമായി താമസിക്കാൻ നൽകിയ കേസിൽ ജെസ്സിക്ക് പോലീസ് സംരക്ഷണം ഏർപ്പെടുത്തി. 2018-ൽ പാലാ അഡീഷണൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഉത്തരവിട്ടിരുന്നു. സാമിന് ഇതേ വീട്ടിൽ തന്നെ താമസിക്കാൻ ജെസ്സി അനുവാദം നൽകി. വീട്ടിൽ കയറാതെ പുറത്തുനിന്ന് സ്റ്റെയർ കേസ് പണിതാണ് സാമിന് 2ാം നിലയിൽ താമസ സൗകര്യമൊരുക്കിയത്. 6 മാസമായി MG യൂണിവേഴ്സിറ്റിയിൽ ടൂറിസം ബിരുദാനന്തര കോഴ്സ് പഠിക്കുകയായിരുന്നു സാം. ഇതിനിടെ സാം ഭാര്യയെ ഈ വീട്ടിൽ നിന്ന് മാറ്റി മറ്റൊരിടത്ത് താമസിപ്പിക്കാൻ കോടതിയെ സമീപിച്ചു. എന്നാൽ ജെസ്സി കോടതിയിൽ ഇതിനെ എതിർത്തു. ഇറാനി സ്ത്രീയെ കൂടെ കൂട്ടാനായിരുന്നു ഇത്. തനിക്കെതിരായി കോടതിയിൽ നിന്ന് വിധി വന്നേക്കുമെന്ന് കരുതിയ സാം ഇവരെ കൊലപ്പെടുത്തുകയായിരുന്നു.